പ്രവാസി മലയാളികൾക്കായി കേരളത്തിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. നിക്ഷേപത്തിന് 2 വർഷത്തെ മൊറട്ടോറിയം ഉണ്ടാകും. കണ്ണൂരിലായിരിക്കും പാർക്ക്. 100 കോടി മുടക്കുന്ന ആളുകൾ ആദ്യം 10% ആദ്യം അടക്കണം. മൊറട്ടോറിയത്തിന് ശേഷം പിന്നീട് 10 തവണകളായി തുക അടച്ചാൽ മതിയാകും. കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി ദുബായിൽ സംഘടിപ്പിച്ച നിക്ഷേപക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. നമ്മളിപ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്നുണ്ട്. അത് കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും, അതിനെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ മുന്നോടിയായിട്ടുള്ള റോഡ് ഷോയിൽ അവസാനത്തെയാണ് ഇപ്പോൾ ദുബായിൽ നടന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ നമ്മളൊരു NRIക്കാർക്ക് പ്രത്യേകമായൊരു ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഓരോ മേഖല തിരിച്ച് ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്. ഇപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്, ഇലക്ട്രോണിക്സ് പാർക്ക് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, സ്പൈസ് പാർക്ക് ഉണ്ട്, ഇങ്ങനെ സ്പേസിന്റെ പാർക്ക് ഉണ്ട്. അക്കൂട്ടത്തിൽ NRK അവർക്കുള്ള പ്രത്യേകമായൊരു പാർക്ക്. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് അരുൺ പറാട്ട് ചെയ്യുന്നു. അരുൺ, ഏത് പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം? അടുത്ത മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് മുന്നോടിയായി ദുബായിൽ സംഘടിപ്പിച്ച നിക്ഷേപക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാധ്യതകളെ കൃത്യമായി ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിക്ഷേപക സൗഹൃദ നഗരമാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് കേരളം. നിക്ഷേപം നടത്താനുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ കേരളം 20ാം സ്ഥാനത്തായിരുന്നുവെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇതാണിപ്പോൾ 1ാം സ്ഥാനത്തായിരിക്കുന്നത്. നിക്ഷേപം നടത്താനുള്ള മികച്ച സമയമാണ് ഇത് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, 2 ദിവസമാണ് ദുബായിൽ ഈ ഒരു റോഡ് ഷോ നടന്നത്. ദുബായ് റോഡ് ഷോ മികച്ച പങ്കാളിത്തത്തിലൂടെ ശ്രദ്ധേയമായി എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. UAE-യിലെ പ്രമുഖ വ്യവസായികൾ, അതോടൊപ്പം തന്നെ വാണിജ്യ സംഘടനകൾ, കമ്പനികൾ തുടങ്ങിയവർ ഈ കഴിഞ്ഞ ഇന്നലെയുമായി നടന്ന റോഡ് ഷോയുടെ ഭാഗമായിരുന്നു. കേരളത്തിൽ നിക്ഷേപ താല്പര്യം സൃഷ്ടിക്കുന്നതിലും റോഡ് ഷോ വിജയിച്ചതായും മന്ത്രി പി രാജീവ് ഈ പരിപാടിക്കിടെ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രവാസി മലയാളികൾക്കായി കേരളത്തിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതാണ്. നിക്ഷേപത്തിന് 2 ദിവസത്തെ മൊറട്ടോറിയം ഉണ്ടാകുമെന്നാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലായിരിക്കും ഈ ഒരു പാർക്ക് വരിക. 100 കോടി മുടക്കുന്ന ആളുകൾക്ക് ആദ്യം 10% അടയ്ക്കണം. 2 വർഷം മൊറട്ടോറിയം ഉണ്ടായിരിക്കും. പിന്നീട് 10 തവണകളായി ഇവർക്ക് ബാക്കി തുക അടച്ചു തീർത്താൽ മതിയാകുമെന്നതുൾപ്പെടെ പ്രവാസി നിക്ഷേപകർക്ക് വലിയ ഗുണകരമാകുന്ന പ്രഖ്യാപനമാണ് മന്ത്രി ഇപ്പോൾ ഇന്ന് ഈ പരിപാടിക്കിടെ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച പരിഗണന ഈ പ്രവാസികൾക്ക് നൽകുമെന്നും അദ്ദേഹം ഈ പരിപാടിക്കിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത മാസമാണ് കൊച്ചിയിൽ ഈ ഒരു വ്യവസായ സമ്മിറ്റ് നടക്കുന്നത്. ഈ സമ്മിറ്റിൽ UAE സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മറി മുഖ്യാതിഥിയാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. UAE-യിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘവും ഈ മന്ത്രിക്കൊപ്പം അടുത്ത മാസം നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾക്കൊപ്പം ഷാർജ, ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി ഈ പരിപാടിക്കിടെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നത്തെ പരിപാടിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് തുടങ്ങിയ പ്രമുഖർ ഇന്നത്തെ പരിപാടിയിൽ മന്ത്രിക്കൊപ്പം പങ്കെടുത്തു. എന്തായാലും അടുത്ത മാസമാണ് ഈ പരിപാടി നടക്കുക. ഇതിന് UAE-യിൽ നിന്ന് വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്.